ഇലവീഴ പൂഞ്ചിറ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇലവീഴ പൂഞ്ചിറ. നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്കും വന്ന വഴി എന്ന് പറയുന്നത് വാളകം പെരിങ്ങാലി ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് നമ്മൾ വന്നത്. ഈ വഴിയാണ് നമ്മളിപ്പോൾ പൂഞ്ചിറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്താറാകുന്നതേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു കൊച്ചു തടാകമാണ് കേട്ടോ. പണ്ട് എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ ഇത് ഒരു ചതുപ്പ് നിലമായിരുന്നു. അപ്പോൾ ഒരു മുള്ളുചെടി ആയിരുന്നു ഇവിടെ നിറഞ്ഞു നിന്നിരുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ മുള്ളുചെടി നിറഞ്ഞു നിന്ന സ്ഥലമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഇത് എത്ര ദൂരം മുന്നോട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇടവഴിയിൽ നമ്മൾ പോകുന്ന റൂട്ടിലായിട്ട് നിറയെ കടകൾ, ഇതുപോലെ നിറയെ കടകളുണ്ട്. അത്യാവശ്യം നമുക്ക് ട്രാവലിങ്ങിൻ്റെ സമയത്ത് ആവശ്യമായ ഫുഡ്, ചെറിയ തോതിൽ ഓംപ്ലേറ്റ്, മാഗി, കുർക്കുറെ, ലേസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ ചേട്ടനും അനിയനും കൂടെ എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ കണ്ണ് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ്. പിന്നെ നമ്മൾ ഒരു കൊച്ചു കട കണ്ടില്ലേ? അവർ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ നമുക്ക് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഒരു ജീപ്പ് സവാരി അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തരുന്നതാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മലകളാൽ കത്തി പിടിച്ചതാണെന്ന് തോന്നുന്നു. കുറേ ഭാഗങ്ങളൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ടല്ലേ. നമ്മുടെ കൂടെ നമ്മുടെ മമ്മിയും ഉണ്ട്. കൊച്ചുമക്കളുമായി നല്ല തമാശകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മുന്നോട്ടുള്ള യാത്രയൊക്കെ അതിമനോഹരമായ യാത്രയാണ്. മിക്ക പുൽക്കാടുകളാൽ അതിമനോഹരമാക്കിയിരിക്കുന്നു ഈ പുൽമേടുകൾ. നമ്മൾ അങ്ങനെ പൂഞ്ചിറ അടുക്കാറായിരിക്കുന്നു. നമ്മൾ പൂഞ്ചിറയിൽ ഇറങ്ങിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ അത് മമ്മിക്ക് അത്ര ഈ കാറ്റ് പറ്റാത്തത് കൊണ്ട് നമ്മളിവിടെ അങ്ങ് ഇറങ്ങിയില്ല. നമ്മുടെ യാത്ര നമ്മളിവിടെ കുറച്ച് കാറിൽ നമ്മൾ നിന്ന് കണ്ട ശേഷം നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് തുടരുകയാണ്. ഇനിയുള്ള ഊഴം അമ്മച്ചിയുടെയും കൊച്ചുമക്കളുടെയും ആണ്. ലക്ഷ്യബോധമില്ലാത്ത യാത്ര എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വേറൊരു സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോകുന്ന വഴിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ. അത് ഞാൻ പറയുന്നത് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വാഗമൺ മലനിരകളിലൂടെയാണ്. അതിമനോഹരമായ തേയിലത്തോട്ടത്തിലൂടെ മനം മയക്കുന്ന പച്ചത്തേലയുടെ ഗന്ധം കാറ്റിലൂടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. പലർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ടൂറിസം മേഖലയിൽ നല്ല ഒരു സ്ഥാനം തന്നെ നേടിയിരിക്കുന്നു വാഗമണ്ണ്. ഈ വാഗമണ്ണിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടുപോകുക. അത്രയും ഭംഗിയാണ് ഈ സ്ഥലങ്ങൾ കാണുവാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്, ഒരു ഭംഗിയാണ് ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ. ഈ മൊട്ടക്കുന്നുകളാണ് എല്ലാവരെയും ഈ വാഗമണ്ണിലേക്ക് ആകർഷിക്കുന്നത്. കൂടാതെ അഡ്വഞ്ചർ പാർക്ക്, അതിലെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് വളരെയധികം ആകർഷിക്കുന്നു. നമ്മൾ ദൂരേന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് ക്രിസ്മസ് കരോൾസ് ആണെന്നാണ്. പക്ഷെ അടുത്ത് വന്നപ്പോഴേ മനസ്സിലായത് ഇത് കരോൾ സർവീസ് അല്ല.
നമ്മളുടെ യാത്രക്കിടയിൽ കണ്ട അതിമനോഹരമായ ഒരു ലേക്കാണിത്. നമ്മുടെ യാത്രയെ പലപ്പോഴും മനോഹരമാക്കുന്നത് ഇങ്ങനെയുള്ള തടാകങ്ങളും ടീ എസ്റ്റേറ്റുകളും ഒക്കെയാണ്. ഏതായാലും നമ്മൾ വാഹനം സൈഡിൽ ഒതുക്കി ഇവിടെ ഒന്ന് ഇറങ്ങി. ഈ ഭംഗിയൊന്നും ആസ്വദിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അത് നമുക്കൊരു വലിയ നഷ്ടം തന്നെയല്ലേ. പിന്നെ എന്താണെന്നറിയോ, ഈ യാത്രയിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങോട്ട് ഉള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഏതായാലും നമുക്ക് ഇന്നത്തെ ചിലവൊക്കെ നമുക്ക് ചുരുക്കാൻ പറ്റും. ഏതായാലും മോടെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ ഇന്ന് നമുക്ക് ചോറും കാപ്പിയൊക്കെ അവിടുന്ന് ഒപ്പിക്കാം. യാത്രയിലുള്ള ചിലവ് നമുക്ക് അങ്ങനെ ചുരുക്കാമല്ലോ. ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ വാഹനം പോകൂല. നമ്മുടെ വാഹനം ഇവിടെ സൈഡിൽ ഒതുക്കി അങ്ങോട്ട് മാത്രമല്ല ജീപ്പിൽ വേണം ഇനി നമ്മളുടെ യാത്ര തുടരാൻ. അത്ര പോലും കിട്ടൂല. അങ്ങനെ ടാർ റോട്ടിൽ നിന്നും നമ്മൾ മണ്ണ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. കുത്തനെയുള്ള കയറ്റമാണ്. ഇത്രയും നേരം കയറ്റം ഉണ്ടായിരുന്നെങ്കിലും അത് ടാർ റോഡാണ്. ഇനി നമ്മൾ തത്തത്തരികിടാന്ന് പറഞ്ഞു വേണം മുന്നോട്ട് കയറി പോകാനായിട്ട്. ഇനി കുറച്ചും കൂടെ ദൂരം പോയാൽ നമ്മുടെ ഈ വാഹനവും അവിടം വരെ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടം തൊട്ട് നമ്മുടെ നടകാലൻ വാഹനത്തിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇത് കഴിഞ്ഞുള്ള ഒരുപാട് വീഡിയോ നല്ല ഏലക്കാടുകൾ കൂടെ ഒക്കെ വേണം നമ്മൾ മേലോട്ട് കയറി പോകാൻ. അത് ഭാഗ്യവശാൽ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അവിടെ നിന്നും തിരിച്ചിറങ്ങി നമ്മൾ വരുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു വാഹനം പോലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. വളരെയധികം നേരം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടന്നു. ഏതായാലും നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇത് കാണാതെ പോകുന്നതും നമുക്കൊരു കുറവല്ലേ, നഷ്ടമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് വണ്ടി തിരിച്ചു വിട്ടു. അങ്ങനെ നമ്മൾ ഫ്ലവർ ഗാർഡനിലേക്ക് കയറി അതിമനോഹരമായ സൂപ്പർ കാഴ്ചകളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇത് വാഗമണ്ണാണ് കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. വാഗമണ്ണാണ്. രാത്രിയിലത്തെ സീനാണിത്. രാത്രിയിൽ അവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓർക്കസ്ട്രയൊക്കെ നടക്കുന്നുണ്ട്. സൗണ്ടുകൾ നമ്മൾ കേട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ ഉണ്ടോയെന്ന് നമുക്കൊന്ന് തേടി പിടിച്ച് നോക്കാം. ഇവിടുന്ന് ടിക്കറ്റിനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്, ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല. ഏതായാലും നമ്മൾ കുറച്ച് വൈകിപ്പോയില്ലേ, നമുക്ക് നോക്കാം ടിക്കറ്റൊക്കെ ഉണ്ടോയെന്ന്. വൈകിയാലും നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി നമുക്ക് അകത്തെ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം.
നമ്മൾ ഫ്ലവർ ഗാർഡനിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. കൂരിട്ടാണ്, ആനയുണ്ടോ പുലിയുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് മുൻപോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് എത്താറാകും. വിശക്കുന്നുമുണ്ട്. എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് നോക്കിയാൽ ഹോട്ടലൊന്നും കാണാനില്ല, കടകളെല്ലാം അടഞ്ഞു കിടക്കുന്ന രീതിയാണ്. എവിടെയെങ്കിലും നമുക്കൊന്ന് തപ്പിപ്പറക്കി നോക്കണം ഏതായാലും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ഷെയർ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏതായാലും വിശന്ന് വന്നപ്പോൾ ഹോട്ടലൊന്നും കിട്ടിയില്ലെങ്കിലും അങ്ങ് ദൂരെ മുന്നോട്ട് നോക്കി ഒരു കഫേ പോലെ എന്തോ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. എന്തെങ്കിലും ഒരു കോഫിയോ ചായയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വിശപ്പിനൊരു പരിഹാരമാകുമല്ലോ. ഞങ്ങൾ വാഗമൺ പോയിട്ട് വരുവാണ്. വാഗമൺ പോയിട്ട് വന്ന് പകല് നമ്മൾ പോയതാണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് രാത്രിയായി, ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വെച്ച് നമ്മളിങ്ങനെ കടയൊക്കെ തേടി വന്നപ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു കട കണ്ടു. അങ്ങനെ കടയുടെ ബോർഡ് നമ്മൾ നോക്കിയപ്പോൾ കാപ്പി ആൻഡ് ഗ്രില്ലെന്ന് പറഞ്ഞു. ചായ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കട ഓണർ പറഞ്ഞു ചായ ഇല്ല, കോഫി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ കയറി നല്ല സൂപ്പർ ടേസ്റ്റുള്ള കോഫി ഞങ്ങൾ ഏകദേശം ഒരു 6-7 കോഫി വാങ്ങിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് പോയി ആ കടയുടെ ഓണർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് കടയുടെ ഓണർ. പേരെന്താ? നിവാസ്. പേര് നിവാസ് എന്നാണ് പറയുന്നത്. എത്ര നാളായി കടയൊക്കെ തുടങ്ങിയിട്ട്? 3 മാസമായിട്ട്. എങ്ങനെയാണ് പോകുന്നത്? കടയ്ക്ക് നന്നായിട്ട് പോകുന്നു? ഓക്കെ. സീസണൊക്കെ ആകുമ്പോൾ നല്ല കുഴപ്പമില്ലാതെ പോകും. ഓക്കെ, നല്ല ബിസിനസ് ഉണ്ടെന്നാണ് നമ്മുടെ കട ഓണറായ നിവാസ് പറഞ്ഞത്. എന്നാലും കടയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഞങ്ങൾ അടുത്ത് തീർച്ചയായിട്ടും കാണാം. നമുക്ക് ഈ കടയുടെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കടയുടെ ഉൾവശമൊക്കെ. നോക്കൂ, എത്ര ഭംഗിയായിട്ടുണ്ടല്ലേ. ആളുകളെ ഇതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ പോലെ ഉള്ള രീതിയിലാണ് ഇതിനകത്തെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്.